PM ശ്രീയിൽ കേരളം ഒപ്പിട്ടതിൽ പൊട്ടിത്തെറിച്ച് CPI. മന്ത്രിസഭ ഇരുട്ടിൽ നിർത്തിയാണ് കരാർ ഒപ്പുവെച്ചതെന്ന് മന്ത്രി GR അനിൽ ആഞ്ഞടിച്ചു. 2 തവണ മന്ത്രിസഭയിൽ മാറ്റിവെച്ചിട്ടും കരാറിൽ എങ്ങനെ ഒപ്പുവെച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി സമൂഹത്തോട് വ്യക്തമാക്കണമെന്നും GR അനിൽ ആവശ്യപ്പെട്ടു. മുന്നണിയുടെ വഴി ഇതല്ലെന്നും CPIയുടെ തീരുമാനം കൂടിയാലോചിച്ചെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. CPI അടിയന്തര സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ. ഞങ്ങളെ ബോധ്യപ്പെടുത്താത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്ത് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനം. ആ 4 മന്ത്രിമാരും അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നടപ്പാക്കാൻ സന്നദ്ധമായ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് ആദ്യം ഇതൊക്കെ വ്യക്തമായി വരട്ടെ എന്നിട്ട് പറയാം. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് മുന്നിൽ പോംവഴി? CPIക്ക് മുന്നിലുള്ള പോംവഴി കൂട്ടായി അന്വേഷിക്കാം. നമുക്ക് പോംവഴികളൊക്കെ ഉണ്ടാക്കും. വിശദാംശങ്ങളുമായി MN സ്മാരകത്തിന് മുന്നിൽ നിന്നും ഷിജോ കുര്യനൊപ്പം സുലൈസക്കും ബിജിനും. ആദ്യം ഷിജോയിലേക്ക്. ഷിജോ, രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും MN സ്മാരകത്തിലേക്കാണ്. അതിനിർണായകമായ യോഗം അതിനകത്ത് ചേർന്നുകൊണ്ടിരിക്കുന്നു. PM ശ്രീയിൽ CPIയുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടൊപ്പം ഇടത് നയത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള നിലപാടിലേക്ക് CPM പോകുമ്പോൾ അതിനിർണായകമായൊരു തീരുമാനം എടുത്തേ പറ്റൂ. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടി എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും അതിനകത്തിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ സ്വഭാവം, അതിന്റെ ഔട്ട്കം, അതിന്റെ റിസൾട്ട്? സൈഫുദ്ദീൻ, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIക്ക് രാഷ്ട്രീയമായിട്ട് വലിയ നാണക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ നാണക്കേട് രാഷ്ട്രീയമായിട്ട് നേരിട്ട CPI ഇനി ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ CPIക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അത് പല കാര്യങ്ങളിലും പല വേദികളിലും CPI നേതൃത്വം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ CPI ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലും PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കരുത് എന്നുള്ള കാര്യമാണ് ആവർത്തിച്ച് CPI പറഞ്ഞു പോന്നിരുന്നത്. അതായത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാകുന്ന ഒരു പദ്ധതിയാണ് PMC. അതിൽ ഒരു തരത്തിലുമുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്താൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് CPI സ്വീകരിച്ചിരുന്നത്. എന്നാൽ CPIയെ പോലും CPIയുടെ ആവശ്യങ്ങളെ പോലും നിരാകരിച്ചുകൊണ്ട് CPM സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ PMC പദ്ധതിയിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 തവണ മന്ത്രിസഭാ യോഗത്തിൽ വന്നിട്ടും അത് മാറ്റിവെച്ച് CPIയുടെ ആശങ്കയെ തുടർന്നും അതൃപ്തിയെ തുടർന്നും മാറ്റിവെച്ച കാര്യം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ K. രാജൻ ഇത് ചർച്ച ചെയ്യണം, ഇതിനകത്ത് ആശങ്ക പരിഹരിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI ഉയർത്തുന്ന കാര്യങ്ങളെ കൃത്യമായി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അതിന് പോലും മറുപടി നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ അവഗണന CPI നേതൃത്വം ഈ പറയുന്ന അല്ലെങ്കിൽ CPI പുറത്തും മന്ത്രിസഭയ്ക്ക് അകത്തും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയാണ് സംസ്ഥാന സർക്കാർ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ള കാര്യമാണ് മന്ത്രി GR അനിൽ പറഞ്ഞത്. പൊതുസമൂഹത്തോടും അതുപോലെ തന്നെ മുന്നണിയോടും ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി GR അനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാചകമെന്ന് പറയുന്നത്, ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത് ഇത് മുന്നണി മര്യാദ ലംഘനമാണ്, അങ്ങേയറ്റം മുന്നണി മര്യാദയുടെ ലംഘനമാണ് സംസ്ഥാന സർക്കാർ ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്, CPM നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും CPIയുടെ നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗം MN സ്മാരകത്തിൽ പുരോഗമിക്കുകയാണ്. മന്ത്രി GR അനിൽ, അതുപോലെ തന്നെ ബിനോയ് വിശ്വം, മറ്റ് മന്ത്രിമാരായിട്ടുള്ള K. രാജൻ, J. ചിഞ്ചറാണി, അതുപോലെ തന്നെ P. പ്രസാദ്, മറ്റ് പ്രകാശ് ബാബു, സന്തോഷ് കുമാർ MP അടക്കമുള്ള ആളുകൾ ഓൺലൈനിലാണ് ചേരുന്നത്. അല്പസമയത്തിനകം ഈ യോഗം അവസാനിക്കും. അതിനുശേഷം എന്ത് നിലപാടിൽ നിന്ന് സ്വീകരിക്കുമെന്നുള്ള കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരിക്കും. സൈഫുദ്ദീൻ.